വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി. ഇന്നലെ 6 മണിക്കത്തെ ഷോയ്ക്ക് ഞാൻ 6:30 ഷോയ്ക്ക് ഞാൻ ഒരു ജാതി ജാതകം മൂവി കണ്ടു. ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ പൊന്നോ ചിരിച്ചൊരു ഊപ്പാടായി. എന്നുവെച്ചാൽ കുറേ സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പടത്തിൽ. കുറേ ഉണ്ട് പടത്തിൽ, കുറേ സസ്പെൻസും സർപ്രൈസും ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ വിനീതേട്ടൻ്റെ പടത്തിന് കാണാനൊക്കെ പോവും. പക്ഷേ ഇത് വിനീതേട്ടൻ കുറച്ച് നാളൊന്ന് ബ്രേക്ക് എടുത്ത് നിന്നിട്ട് ഒരു പടം ചെയ്ത ഒരു ഫീലായിരുന്നു എനിക്ക്. അതിൻ്റെ ഇടയ്ക്കൂടെ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ ഈ പുള്ളി വരുന്നുണ്ട്, വിധു പ്രതാപ് വരുന്നുണ്ട്. അതൊക്കെയാണ് കാണേണ്ട ഒരു സീന്. അമേസിങ് മൂവി, വണ്ടർഫുൾ മൂവി. പിന്നെ എനിക്ക് ചളിയായിട്ടൊന്നും തോന്നിയില്ല, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് ചളിയായിട്ടുണ്ട് എന്നല്ലാതെ ഫുള്ള് ചിരിക്കാനുള്ള ഒരു ഭാഗം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ചിരിപ്പടങ്ങളൊക്കെ വരണം. ഞാൻ ചിരിച്ച് ഉപ്പാടെ വന്നു കേട്ടോ, ആദ്യം തൊട്ട് അവസ്ഥ. പിന്നെ ലാസ്റ്റ് കൊണ്ടിട്ട് എന്തുവാണ് കഥ, അല്ലെങ്കിൽ ആ ചിരി എവിടെ കൊണ്ടുപോയി എൻഡ് ചെയ്യുന്നോന്നുള്ളൊരു തിരക്കിൽ അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു നമ്മളെ വിനീതേട്ടൻ കാഴ്ചവെച്ചത്. വിനീതേട്ടൻ വേറെ ലെവല് ചിരിയുടെ മാലപ്പടക്കമാണ് വേണമെങ്കിൽ പറയാം. ഒരു ജാതി ജാതകത്തിനകത്ത് ഇത്രയും അടിപൊളിയായിട്ട് പുള്ളി ഈ റോളൊക്കെ ചെയ്യുമോ? ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആൻഡ് വിനി ശ്രീനിവാസൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഈ ഒരു പടത്തിന് ഞാൻ കൊടുക്കുന്ന മാർക്ക് 90ൽ 100. അത്രയ്ക്ക് അടിപൊളി പടം. നമ്മളിപ്പം അങ്ങനെ കൊടുക്കാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടെൻഷനായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് എടുത്ത് വെച്ച് ഒരു പടത്തും കാണാൻ പോകുമെന്ന് വെച്ചോ. പക്ഷേ ആ